എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ അവന്റെ സർവ്വ പവർ ഉപയോഗിച്ച് ആ വില്ലനെ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ മുഴുവനായിട്ടും തകർന്ന് ആ കട്ടകുറി വില്ലൻ അവനങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ റെയിലി ആണെങ്കിൽ ലൂഫിക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ലൂഫിക്ക് ഹോക്കി പവർ അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് റെയിലി പറഞ്ഞു കൊടുക്കും. ആദ്യം തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഫേസ് ടു ഫേസിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഹോക്കി പവറിന്റെ ടെക്നിക്സ്, അതിനുശേഷം പ്രഡിക്ഷൻ ഹോക്കി പവർ ടെക്നിക്സ്, അതായത് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കോൺസെൻട്രേഷനിലൂടെ പ്രഡിക്റ്റ് ചെയ്ത് അവരെ പഞ്ച് ചെയ്യാനുള്ള കഴിവ്. ഒരാനെ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്ന് റെയിലി അവൻ പ്രഡിക്റ്റ് ചെയ്യും. അടുത്ത നിമിഷം ഒരാന അറ്റാക്ക് ചെയ്യാൻ അവരുടെ മുൻപിലേക്ക് വരും. സോ പ്രഡിക്ഷൻ ഹോക്കി പവർ ഉപയോഗിച്ച് റെയിലി കറക്റ്റ് ആയിട്ട് ആ ആനയുടെ മൂവ്മെന്റ് മനസ്സിലാക്കി അതിനെ അറ്റാക്ക് ചെയ്യും. ഇത് ആക്ച്വലി ഒരു ഒബ്സർവേഷൻ പവറാണ്. ആ ഒരു പവർ ഉപയോഗിച്ച് എങ്ങനെ ഓപ്പണന്റിന്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ മനസ്സിലാക്കി അവരെ തിരികെ അറ്റാക്ക് ചെയ്യാമെന്ന് റെയിലി ഇപ്പൊ ലൂഫിക്ക് പഠിപ്പിച്ചു കൊടുക്കും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. നമ്മൾ ഉപയോഗിക്കുന്ന പവറിന്റെ ഒഫൻസീവ് പവറിന് നല്ല ഫോഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് റെയിലി ആണെങ്കിൽ ലൂഫിയുടെ നെറ്റിയിൽ ചെറുതായിട്ടൊന്ന് തട്ടിവിടും. ആ ഒരു തട്ടലില് ലൂഫിയുടെ പ്രാണം പെടഞ്ഞ് അവനും ഉറക്കം നിലവിളിക്കും. റെയിലി യൂസ് ചെയ്തത് കളർ ഓഫ് ഹോക്കി പവറാണ്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളവരെ പോലും വളരെ ഈസി ആയിട്ട് നിലംപരിശാക്കാനായിട്ട് കഴിയും. അത് തന്നെയാണ് ഇപ്പൊ ലൂഫിയുടെ ബോഡിയിലും വർക്കായത്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അന്ന് റെയിലി പറഞ്ഞു കൊടുത്ത ആ ഒരു ഇൻവിസിബിൾ കളർ ഓഫ് ഹോക്കി പവർ, അതാണ് ഇപ്പൊ ലൂഫി അവന് നേരെ ഉപയോഗിച്ചത്. ലൂഫി ആണെങ്കിൽ ഫുൾ കലിപ്പില് ടെറർ ഫേസില് ആ കട്ടകുറി വില്ലനെ നോക്കി നിൽക്കുകയാണ്. ആരെന്റെ മുൻപിൽ വന്നാലും യാതൊരു കാര്യവുമില്ല, ഞാൻ റെയിലിയുടെ ശിഷ്യനാണ്. ആളുടെ പവറും കഴിവും അൺബീറ്റബിൾ ആണ്. അതേ കഴിവ് തന്നെയാണ് ആൾ എനിക്കും പകർന്നു നൽകിയിരിക്കുന്നത്. ലൂഫി ആണെങ്കിൽ അവന്റെ മൂവ്മെന്റ്സ് ഓരോന്നായിട്ട് ഇപ്പൊ അവനോട് പറയാൻ തുടങ്ങും. എനിക്കറിയാം നിന്റെ പ്രഡിക്ഷൻ കഴിവിനെ കുറിച്ച്. മാത്രമല്ല ആ ലോഹിയ ഡബിൾ ഫ്രൂട്ട് അതല്ലേ കഴിച്ചത്. നിന്റെ ഒരു ഫ്രൂട്ടിന്റെ പവറും എന്റെ അടുത്ത് ഇനി ചെലവാവില്ല എന്ന് പറഞ്ഞ് ലൂഫി കറങ്ങി വന്ന് അവന്റെ പ്രഡിക്ഷൻസിനെ എല്ലാം തിരുത്തി കുറിച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ കട്ടകുറിയാണെങ്കിൽ വീണ്ടും തെറിച്ചുപോയി അട്ടിച്ചു വീഴും. ലൂഫിക്കാണെങ്കിൽ അപ്പോഴും കലി അടങ്ങാതെ ലിയോ ബസൂക്ക പവർ ഉപയോഗിച്ച് ആഞ്ഞടിക്കും. അതിനുശേഷം അവന്റെ കൈ അതങ്ങനെ ഓരോ ഭാഗത്തേക്ക് ട്വിസ്റ്റും ടേണൊക്കെ ചെയ്ത് അടുത്ത പഞ്ചിന് വേണ്ടി കട്ടകുറി വില്ലന്റെ അടുത്തേക്ക് കൊണ്ടുവരും. കട്ടകുറിക്കാണെങ്കിൽ അവന്റെ ജീവൻ പോവും. കാരണം കട്ടകുറിയുടെ അറ്റാക്കിംഗ് സ്റ്റൈൽ എല്ലാം ലൂഫി മനസ്സിലാക്കി അതിലും പവറിലാണ് തിരിച്ചടിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ആ സമയം ലൂഫിയുടെ അടുത്ത പഞ്ച് അവന്റെ നെഞ്ചത്ത് വീഴും. കട്ടകുറിയാണെങ്കിൽ എങ്ങനെയൊക്കെയോ കാലൊക്കെ വെച്ച് ബാലൻസ് ചെയ്ത് അങ്ങനെ നിൽക്കും. അപ്പൊ വീഴുകയാണ് അടുത്ത പഞ്ച്, റൈനോ സ്ലൈഡർ പഞ്ച്. ആ ഒരു പഞ്ചും കൂടെ ആകുമ്പോഴത്തേക്കും ഏകദേശം കട്ടകുറിയുടെ കാര്യത്തിൽ തീരുമാനമാവും. കട്ടകുറിയാണെങ്കിൽ വീണ്ടും അവന്റെ സിസ്റ്റർ ബ്രൂലി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. അവനെ പുകഴ്ത്തിയതും അവന്റെ പവറിനെ കുറിച്ച് പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇപ്പൊ അവൻ ലൂഫിയുടെ മുൻപിൽ ധാരണയായിട്ട് പരാജയപ്പെടുകയാണ്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ ശക്തിയൊക്കെ അങ്ങനെ ആർജിച്ചെടുക്കും. ആ സമയം ലൂഫി ആണെങ്കിൽ 10 കൈയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലും ഹോക്കി പവർ സ്പ്രെഡ് ചെയ്ത് അവന്റെ നേർക്കെത്തും. ആ സമയത്ത് കട്ടകുറി വില്ലനാണെങ്കിൽ എപ്പോഴത്തേതും പോലെ അവന്റെ ട്രിക്ക് യൂസ് ചെയ്യാണ്. സോ ഇത്തവണ ലൂഫിയുടെ അറ്റാക്ക് അത് അവന്റെ മേൽ വീഴില്ല. കട്ടകുറിയാണെങ്കിൽ അവന്റെ പവർ അതുപയോഗിച്ച് എഫിഷ്യന്റ് ആയിട്ട് ഫ്യൂച്ചർ മനസ്സിലാക്കും. സോ അവന്റെ ഓപ്പണന്റ് ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ പഞ്ച് ചെയ്യുന്നു മനസ്സിലാക്കി അതിനെതിരായിട്ട് അവന്റെ മൂവ്മെന്റ് ഉപയോഗിക്കും. ഇത്രയും നേരവും കട്ടകുറി വില്ലൻ അവൻ ഫുഡ് കഴിക്കുന്നത് മറ്റുള്ളവർ കണ്ടതിൽ ഒരല്പം ഡെസ്പറേറ്റ് ആയി ടെൻസ്ഡായി. അതുകൊണ്ടാണ് അവന്റെ കൺട്രോൾ പോയി ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാതെ ലൂഫിയുടെ കിട്ടി അത് 2 കൈ നീട്ടി സ്വീകരിച്ചത്. ഞൊടിയിടയിൽ അവനാണെങ്കിൽ ലൂഫിയുടെ കൈ അതങ്ങനെ ലോക്ക് ചെയ്യും. എന്റെ യഥാർത്ഥ പവർ അതിപ്പോഴാണ് ഈ കാണാൻ പോകുന്നെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ മോച്ചി പവർ ഡോണറ്റ് പവറാക്കി കൺവേർട്ട് ചെയ്ത് അത് ലൂഫിക്ക് നേരെ പ്രയോഗിക്കും. അവൻ ലൂഫി അങ്ങനെ തെറിപ്പിച്ച് കളഞ്ഞ് ആ 2 ഡോണറ്റിൽ നിന്നും ഹോക്കി പവർ അബ്സോർബ് ചെയ്ത 2 കൈ ലൂഫി ആണെങ്കിൽ കൊണ്ടുവന്ന് പഞ്ചിൽ രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ആ 2 പഞ്ചും കറക്റ്റ് ആയിട്ട് അവന്റെ ബോഡിയിൽ ആഞ്ഞടിക്കുകയാണ്. ആ വില്ലനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ഇനി നിന്റെ ഒരു പഞ്ച് പോലും എന്റെ ദേഹത്ത് വീടില്ല, ഞാൻ ആരാണെന്ന് കാണിക്കാനുള്ള സമയം അത് ഇതാണെന്ന് പറയും. കട്ട് ചെയ്ത ആ സ്വീറ്റ് ഫാക്ടറി കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും വളരെ തീവ്രമായിട്ട് വെഡ്ഡിംഗ് കേക്ക് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഒരു കൈപ്പിഴയും വരാതെ വളരെ ക്ലിയർ ആയിട്ടും കൃത്യമായിട്ടും സൂക്ഷ്മതയോടും കൂടെ എല്ലാവരും അവനവന്റെ ജോലി അത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ബ്രൂലി നമ്മുടെ പുട്ടിങ്ങിനെ കോണ്ടാക്ട് ചെയ്യുക. ബ്രൂലി ആണെങ്കിൽ ആ വെഡ്ഡിംഗ് കേക്കിനെ കുറിച്ച് ചോദിക്കും. അതിന് പുട്ടിങ് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും ചേർന്ന് അത് സെറ്റ് ചെയ്യുന്നുണ്ട്, ധൈര്യമായിട്ടും നിനക്ക് ബിഗ് മോമിനെ ഇവിടേക്ക് അയക്കാമെന്ന് പറയും. അത് കേട്ട് ബ്രൂലി ഇപ്പൊ സ്ട്രോ ഹാറ്റിനെ കുറിച്ച് ഒരു മെയിൻ കാര്യം പറയുകയാണ്.
ബ്രൂലി അത് പറയേണ്ട താമസം പുട്ടിങ്ങും ഷിഫോണും സാഞ്ചിയും അവർ 3 പേരും ആകാംക്ഷയോട് കൂടെ അവൾ പറയുന്ന കാര്യം കേൾക്കാൻ കാതോർത്ത് നിൽക്കും. ബ്രൂലി ആണെങ്കിൽ ലൂഫിയൻ ടീമിന്റെ മൂവ്മെന്റ്, അവർ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അതെല്ലാം അവരോട് പറയാനായിട്ട് ഒരുങ്ങുകയാണ്. പക്ഷെ അടുത്ത നിമിഷം ആ സ്വീറ്റ് ഫാക്ടറിയുടെ ഡോറിൽ ആരോ ആഞ്ഞു തട്ടുകയാണ്. പ്ലീസ് ഈ വാതിൽ തുറക്ക്, എനിക്ക് ഒരേ ഒരു തവണ നിന്നെ ഒന്ന് കാണണമെന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ വാതിലിന് പുറത്തുള്ള ആളെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. അത് മറ്റാരുമല്ല, പുട്ടിങ്ങിന്റെ പപ്പ, അതായത് ബിഗ് മോമിന്റെ 25ാമത്തെ ഹസ്ബൻഡ്. ആ ഫാക്ടറിക്ക് ചുറ്റുമുള്ള സോൾജിയേഴ്സും പോലീസും ഒക്കെ ആളെ പിടിച്ചു മാറ്റും. ദയവ് ചെയ്ത് നിങ്ങൾ മാറി നിൽക്ക്. ഇങ്ങനെ ഷിഫോണിനെയും ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് കഴിയില്ല. അതിനാളാണെങ്കിൽ അവരോട് കെഞ്ചും, നിങ്ങൾ എന്നോട് അല്പ അലിവ് കാണിക്കണം. ഞാൻ ഷിഫോണിന്റെ പപ്പയാണ്. ഒരുപാട് കാലമായി ഞാൻ അവളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അവളുടെ അമ്മ, എക്സ് വൈഫ് ബിഗ് മോം, അവള് ഇതുവരെ അതിന് സമ്മതിച്ചിട്ടില്ല. അവരാ പറക്കും പായില് ഈ ഫാക്ടറി ലക്ഷ്യമാക്കി വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെയാണ് അതിനെ ഫോളോ ചെയ്ത് ഞാനിവിടെ എത്തിയത്. ആർക്കും ഒരു ശല്യം ആവില്ല. ഒരേ ഒരു തവണ എൻ്റെ മകളെ കണ്ട് ഞാൻ തിരികെ പോയിക്കോളാന്ന് പറഞ്ഞ് ആള് അവരുടെ കാല് പിടിക്കും. ഷിഫോണിന്റെ പപ്പയാണെങ്കിൽ ചെറുപ്പത്തില് ഷിഫോണിന്റെയും ലോലയുടെയും ആ ഒരു രൂപം അത് മനസ്സിൽ ഇമാജിൻ ചെയ്ത് തീർന്ന ഹൃദയത്തോടെ അവിടെയുള്ളവരോട് റിക്വസ്റ്റ് ചെയ്യും. പക്ഷെ അവരാണെങ്കിൽ ഇടയ്ക്ക് വിട്ടുകൊടുക്കാതെ അദ്ദേഹത്തെ പുറകിലേക്ക് തള്ളി മാറ്റുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ അവർ പുറത്ത് ആരാണെന്ന് മനസ്സിലാക്കാതെ മെയിൻ ഡോർ ആണെങ്കിൽ ടൈറ്റ് ആയിട്ട് ലോക്ക് ചെയ്യും. അതിനുശേഷം പുട്ടിങ് ബ്രൂലിയോട് സ്ട്രോ ഹാറ്റ്സിനെ കുറിച്ച് അവൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ അതെന്താണെന്ന് ചോദിക്കും. അതിന് ബ്രൂലി പറയും, സ്ട്രോ ഹാറ്റ് ടീം അവർ വെളുപ്പിന് 1 മണിക്ക് നിങ്ങളുടെ ഐലാൻഡിലേക്ക് എത്തും. സോ അവിടെ വെച്ച് ബിഗ് മം അവരെ ക്യാച്ച് ചെയ്യാനാണ് പ്ലാനിങ്. ഇത് കേട്ട് സാഞ്ചി ആണെങ്കിൽ ക്ലോക്കിലേക്ക് നോക്കും. ഇപ്പൊ സമയം 4 മണി. ഇനി 9 മണിക്കൂർ അവന്റെ മുൻപിലുണ്ട്. ബ്രൂലി ആണെങ്കിൽ നിർത്താതെ വീണ്ടും അവരോട് പറയും, സ്ട്രോ ഹാറ്റ് ടീം അവരെന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. കാരണം അവരുടെ മെയിൻ ക്യാപ്റ്റൻ ആ ലൂഫി, അവൻ എന്റെ മിറർ ഡയമെൻഷനിൽ കിടക്കുകയാണ്. ഒരുപാട് നേരമായി അവൻ എൻ്റെ ബ്രദർ കട്ടക്കുറിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. കട്ടക്കുറിയുടെ അടുത്ത് നിന്ന് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഇനി അഥവാ കട്ടക്കുറിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും എൻ്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെടില്ല. മാത്രമല്ല അവിടേക്ക് എത്തുന്ന സ്ട്രോ ഹാറ്റ് ക്രൂവിനെ അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ഓൾറെഡി ഓവൻ ആൻഡ് ടീം അവിടേക്ക് എത്തിക്കഴിഞ്ഞു. സ്ട്രോ ഹാറ്റിനെ കാണാതെ വിഷമിച്ച് നിൽക്കുന്ന അവരെ ഈസി ആയിട്ട് ഓവൻ ആൻഡ് ടീം ക്യാച്ച് ചെയ്യും. അവർക്ക് തൊട്ടു പിന്നാലെ ബിഗ് മോമും ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരും അവിടേക്ക് എത്തും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എത്രയും വേഗം ആ കേക്ക് ഉണ്ടാക്കി അവന്റെ കയ്യിൽ കൊടുത്ത് നീ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ബ്രൂലി ഇപ്പൊ പുട്ടിങ്ങിനോട് പറയും. പുട്ടിങ് ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അതേസമയം അവനിപ്പോ ആ ഡോറിന് പുറത്തെത്തിയിരിക്കുകയാണ്. ഉടനെ ആ പോലീസുകാരനാണെങ്കിൽ ഓവനോട് പറയും, പുട്ടിങ്ങും ടീമും കേക്ക് ഉണ്ടാക്കുകയാണ്, ആരും അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനോവനും ഓക്കെ പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ഷിഫോണിന്റെ പപ്പ ആൾ അവിടെ കിടന്ന് ബഹളം വെക്കുന്നതായിട്ട് കാണുക. അവൻ കൈ ചുരുട്ടി ഷിഫോണിന്റെ പപ്പയുടെ മുഖത്ത് ആഞ്ഞെട്ടിക്കും. ഇടി കൊണ്ട് നിലത്ത് വീണ ഷിഫോണിന്റെ പപ്പ ആള് നിലവിളിച്ചു പറയും, മോനെ ഇത് ഞാനാണ് നിന്റെ എക്സ് പപ്പ. ഇത് കേട്ട് അവനാണെങ്കിൽ ഡബിൾ കലിപ്പാവും. അവൻ തീർത്തു പറയും, എനിക്ക് നിങ്ങളെ തീരെ ഇഷ്ടമല്ല. നിങ്ങളെ എൻ്റെ കയ്യിൽ കിട്ടിയ ഇഞ്ചിഞ്ചായിട്ട് തല്ലിക്കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ഇപ്പൊ അതുപോലെ തന്നെ എനിക്ക് അവസരം ഒത്തുകിട്ടിയിരിക്കുകയാണ്. പപ്പയാണെങ്കിൽ അവനോട് ബെഗ് ചെയ്യും, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. ഒരേ ഒരു തവണ എൻ്റെ മകൾ ഷിഫോണിനെ കണ്ട് ഞാനിവിടുന്ന് പോയിക്കോളാം. പുറത്ത് നടക്കുന്ന ഈ ബഹളമൊക്കെ കേട്ട് ഷിഫോൺ അവളാണെങ്കിൽ ടെൻസ്ഡ് ആയിട്ട് പുറത്തേക്ക് തന്നെ നൈസായിട്ട് നോക്കുകയാണ്. ഇവിടെ പുട്ടിങ്ങിനാണെങ്കിൽ സ്ട്രോ ഹാറ്റ് ടീം അപകടത്തിലാണെന്ന് അറിഞ്ഞ് അവളുടെ പേടി കൂടും. ഉടനെ സാഞ്ചി ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ ഒരു സിഗരറ്റ് എടുത്ത് ക്യാഷ്വലായിട്ട് കത്തിക്കും. അതിനുശേഷം പുട്ടിങ്ങിനോട് പറയും, എൻ്റെ ടീമിനെ കുറിച്ചോ ലൂഫിയെ കുറിച്ചോ ഓർത്ത് നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം അവരുടെ പവർ അത് നിനക്കറിയില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയെയും ആ കട്ടകുറി വില്ലനെ കാണിക്കും. അവർ രണ്ടുപേരും വമ്പം പവറിൽ വമ്പ ഫോഴ്സിൽ നല്ല പവറൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആഞ്ഞടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.